ശബരിമല കേരളത്തിലെ എല്ലാ കാലത്തെയും ഒരു പ്രശ്നമാണ്. അത് വിശ്വാസി വികാരമാണ്. അത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഓഫ് കോഴ്സ് ഉറപ്പായും അത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ വിഷയത്തിൽ ബി ജെ പി തിരിച്ചു പിടിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായർക്കും കൂടെ കിട്ടുന്ന തിരിച്ചടിയാണിത് എന്ന് ഉറപ്പായും കാര്യം അവർ നക്തമായി ആ നിലപാടോട് തന്നെ പോയിരുന്നു. ആ നിലപാട് സ്വീകരിച്ചു. ഈവൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കം എൻഡിയുടെ ഘടകകക്ഷിയായ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളി പോലും സർക്കാർ അനുകൂല നിലപാടിലേക്ക് ആ വിഷയത്തിൽ ഗൗരവമായി കാണണം. കാരണം വെൽഫെയർ സ്കീംസ് പറഞ്ഞു, അതായത് ജനങ്ങളെ നേരിട്ട് അവർക്ക് ബെനിഫിഷ്യറി ആക്കുന്ന കാര്യങ്ങൾ പ്രഖ്യാപിച്ചു, എന്നിട്ട് വോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ആരോപണമായി ഉന്നയിച്ചു. അത് ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് സഹായകരമാകുമെന്ന് കരുതി. അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിധി, അല്ലെ? ഇതിൽ കിടക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയാണ്. അത് വളരെ താഴെ തട്ടിൽ തൊട്ട് ഒരുപക്ഷെ നമ്മൾ ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയും താഴെ തട്ടിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നത് നമ്മളുടെ യാത്രയിൽ ഒരു ഘട്ടത്തിൽ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ എനിക്കൊന്ന് ചീക്കെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംഭാഷണങ്ങളിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നത്. എനിക്കത് വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ ഇത് വളരെ താഴെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ പോലും താഴെത്തട്ടിൽ ഇത് പ്രകടമാണ്. എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വർക്കൗട്ട് ആവുന്ന വ്യക്തിബന്ധങ്ങളാണ് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നമുക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. അത് അവിടെ വർക്കൗട്ട് ആവുന്നത് സത്യം പറഞ്ഞ ജാതിയാണ് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ് കേട്ടോ. അത് അടിത്തട്ടിൽ പ്രൈവറ്റ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി ഈ സാമുദായിക സമവാക്യങ്ങൾ വളരെ എവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി സാമുദായിക സമവാക്യങ്ങൾ നോക്കി സ്ഥാനം നിൽക്കുന്ന ജയിക്കുന്ന സാഹചര്യം ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതിന് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അതുണ്ട്. പക്ഷേ ഇക്കുറി ഇത് സാമുദായികമൊന്നുമല്ല. ഇത് പ്യുവർ പൊളിറ്റിക്കൽ വോട്ടാണ്. പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് മുതൽ ജില്ല മുതൽ മുനിസിപ്പാലിറ്റി മുതൽ കോർപ്പറേഷൻ വരെ ഇത് പ്യുവർ പൊളിറ്റിക്കൽ വോട്ടാണ്. ഇവിടെ നമ്മുടെ തേവലക്കരയിൽ 6 അരുൺരാജ് വാർത്ത ഇടുന്നുണ്ട്. 6 അരുൺരാജ് ഇടുന്ന വാർത്ത എന്നറിയോ? തേലക്കര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF ജയം. അരുൺരാജാണ് വിജയിച്ചത്. അതങ്ങനെ ശരിയാവും? 6 അരുൺരാജ് എന്ന വാർത്തയാണ്. തേവലക്കര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF വിജയം. അവിടുത്തെ 6 അരുൺരാജ് വേറൊരു അരുൺരാജാണ് വിജയിച്ചത്. കൊല്ലം കോർപ്പറേഷനിൽ ഫലം അറിഞ്ഞ 49 വാർഡുകൾ UDF 24, LDF 14, NDA 10, SDPI 1. എല്ലാ അവിടെ കൊല്ലം എന്ന് പറയുന്നത് UDF കൊടുങ്കോട്ട, വലിയ സ്വാധീനമുള്ള സ്ഥലം. അവിടെ 10 സീറ്റ് വിശ്വാസത്തിൽ UDF അടിച്ചു കയറുകയാണ്. അവിടെ അതാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിജയകുമാർ, ഇനിയിപ്പോൾ ഇതിലെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് അദ്ദേഹത്തിന് നിരത്താനുള്ള കാര്യകാരണങ്ങൾ എന്താണെന്നതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ. മാത്രമല്ല ഒരു 3-ാം വട്ടം ഭരണ തുടർച്ചയുടെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. കേരളത്തിൽ പുറത്തങ്ങനെ പറയുമ്പോഴും അവർക്ക് എന്തായാലും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം സെൻസ് ചെയ്യാനുള്ള ഇന്റേണൽ മെക്കാനിസം ഒക്കെ ഉണ്ട്. ഉറപ്പായും 2ാമത്തെ ഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ വന്ന് ഈ പറയുന്ന ഒരു പക്ഷേ ഒരു പ്രതിഷേധ സദസ്സിലൊക്കെ പറയുന്ന സ്ത്രീലമ്പടന്മാർ, ലൈംഗിക വൈകൃതത്തിലെ തമ്പടക്കൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കടുത്ത ഭാഷ മുഖ്യമന്ത്രി ആദ്യോട് പറയുന്നതാണ്. അത് പറയാനുള്ള കടുത്ത അതങ്ങനെ ആരും നടത്താറില്ല. അപ്പൊ സ്ത്രീലമ്പടന്മാരെന്നൊക്കെ ഉള്ളത് ഒരു പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കുന്നതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിൽ ആ വാക്കുകൾ ഉപയോഗിക്കാറില്ല. മുഖ്യമന്ത്രി തന്നെ തുടക്കത്തിൽ എന്നെ കൂടി പറയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ വിഷയം പരമാവധി ഏറ്റവും ഷാർപ്പായി ഏറ്റവും മാരകമായി പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യുന്ന ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് അന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആദ്യഘട്ടത്തിലുള്ള ഈ പറയുന്ന ഈ റിസൾട്ടിന്റെ ചില സുഖം കിട്ടിയോണ്ടായിരിക്കണം ആ വിഷയം പരമാവധി ആളിക്കത്തി. അപ്പൊ അതിന് എല്ലാ പ്രതികരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ആളിക്കത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം ഇമ്പാക്ട് ഉണ്ടാക്കിയൊന്നും അറിയില്ല. ഇപ്പൊ മസൂർ പഞ്ചായത്ത് BJP 45 വർഷമായി ഭരിക്കുകയാണ്. അവിടെ ഭരണം നിലനിർത്തിയിട്ടുണ്ട്. അവിടെ 15 സീറ്റ് ഇത്തവണയുണ്ട്. UDF 9 സീറ്റ്. അപ്പോൾ ഏതാണ്ട് 50 വർഷം എന്ന് വെച്ചാൽ 5 പതിറ്റാണ്ടായിട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായി മധൂർ മാറുന്നു BJPയെ സംബന്ധിച്ച്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അവിടെ BJPയുടെ നഗരസഭാ അധ്യക്ഷൻ അല്ലെ അധ്യക്ഷ ഉണ്ടാവും എന്നുറപ്പാണ്. അവിടെ UDF ഒരു വിമത സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അല്ല, അത് അവിടെ ഒരു തീരുമാനമായിട്ടില്ല. പാലക്കാട് BJPക്ക് 25 സീറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ആ മട്ടിലൊരു വെല്ലുവിളിയില്ല. അല്ലെങ്കിൽ കോൺഗ്രസും CPM ഒരുമിക്കണം. അതൊരു രാഷ്ട്രീയ മണ്ഡലമായിരിക്കും. അതറിയില്ല, ഒരു സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല പാലക്കാട്. പക്ഷെ അത് ആത്യന്തികമായി BJPക്ക് ആയിരിക്കും ഗുണം ചെയ്യുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമാണ് എന്നുള്ള പ്രചാരണമൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ ഇന്ത്യ സഖ്യം കേരളത്തിൽ എന്ന നിലയിലേക്ക് പോകുമോ എന്നറിയില്ല. ശരി, കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി LDF തിരിച്ചു പിടിച്ചു. അവിടെ LDF 9, UDF NDA 3 വീതം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.